ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സോഫ്റ്റായ അവൽ എങ്ങനെ വിളയിച്ചെടുക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി അരമുറി തേങ്ങ ചിരവിയെടുക്കാം. തേങ്ങ ചിരവുന്ന നേരത്ത് നമ്മുടെ ഫഹദും ആമ്പലും എവിടെ ഉണ്ടെങ്കിലും എത്തും. അപ്പോൾ പിന്നെ അത് കൊടുത്തിട്ട് എനിക്ക് തേങ്ങ ചിരകാൻ സമയം കിട്ടും. ഇനി 150 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് മാറ്റിയെടുക്കുക. ഈ പാനി ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഏലക്കായ് പൊട്ടിച്ചിടുക. പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം പൊടിച്ചതും ചേർക്കുക. ഒരു സ്പൂൺ കറുത്ത എള്ള്. അവൽ കഴിക്കുമ്പോൾ അതിലെ എള്ള് കടിക്കുമ്പോൾ ഒരു സുഖമാണ്, ടേസ്റ്റുമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ കറുത്ത എള്ള് തന്നെ ചേർക്കണം. പിന്നീട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശർക്കരപ്പാനി തേങ്ങയിലേക്ക് ചേരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കണം. നെയ്യ് അധികമായാലും കുഴപ്പമില്ല, 2 സ്പൂണായാലും അവലിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. പിന്നീട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ അവൽ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. തീ ഉണ്ടായാൽ ശർക്കര പെട്ടെന്ന് വറ്റാനും അവൽ ഹാർഡായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളുടെ അവൽ ഇതിലേക്ക് ചേർക്കാൻ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് കാഷ്നട്ട് ചെറുതായി പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പുതിന ഇട്ട കട്ടൻ ചായ സൂപ്പറാണ്. വൈകിട്ടത്തെ ചായയ്ക്ക് പുതിന ഇട്ട കട്ടൻ ചായയും അവൽ വിളയിച്ചതും സൂപ്പർ. ഉണ്ടാക്കി നോക്കി എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായപ്പെടൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.